ഇനി ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 22 മുതലുള്ള തിരുവാക്യങ്ങളിൽ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെ പറ്റി പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ മഹത്വം. അതിൽ 28-ാം തിരുവാക്യം, ദൈവം എന്തിനേയും കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. അപ്പോൾ ദൈവിക ജ്ഞാനം നിറഞ്ഞവർ അവർ ദൈവത്തിനെ കൂടുതലായിട്ട് സ്നേഹിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് അതിൻ്റെ ഒരു ന്യായം അവർക്ക് കൊടുക്കണ്ടേ, ജസ്റ്റിസ്. അപ്പോൾ ദൈവം തിരിച്ച് സ്നേഹിക്കും. അപ്പോൾ നമുക്കെല്ലാവർക്കും ദൈവിക ജ്ഞാനവും ദൈവിക സ്നേഹമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയത് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് അസൂയൊന്നും വേണ്ട. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, അവൾക്കും അവനും എന്നേക്കാൾ കൂടുതൽ കിട്ടിയല്ലോ, എന്നേക്കാൾ കൂടുതൽ സ്നേഹം കിട്ടിയല്ലോ, എന്നേക്കാൾ കൂടുതൽ ജ്ഞാനം കിട്ടിയല്ലോ, എന്നേക്കാൾ കൂടുതൽ ആത്മീയ ദാനങ്ങൾ കിട്ടിയല്ലോ. അങ്ങനെ അസൂയപ്പെടുന്നതിനേക്കാൾ നമുക്ക് ചിന്തിക്കാം, എനിക്ക് ദൈവം തന്ന ആ ജ്ഞാനം വർദ്ധിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ?